ശ്രീ ജേക്കബ് ജോർജ്. അപ്പോൾ അതാണ് സർക്കാരിൻ്റെ നിലപാട്. ദേവസ്വം ബോർഡും അത് വ്യക്തമാക്കി കഴിഞ്ഞു. വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ട് നമ്മൾ കണ്ടതാണ്, നമ്മുടെ മുമ്പിലുണ്ട്. ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ കൃത്യമായി തന്നെ ആരാണ് ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ തട്ടിപ്പിന് ശ്രമിച്ചത് എന്നുള്ളത് കണ്ടെത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ അയാളെ സഹായിച്ച ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും വെറുതെ വിടില്ല എന്ന കൃത്യമായ ഒരു ദിശാബോധം ആ റിപ്പോർട്ട് തയ്യാറാക്കിയതിൽ കാണുന്നുണ്ട് എന്നുകൂടി വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇതാ SIT അടുത്ത ഘട്ടത്തിലേക്ക് കടന്ന് മുന്നോട്ട് പോകുന്നതും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നു എന്ന പ്രതീതി നമുക്ക് ഉണ്ടാകുന്നതും. ഇത് പക്ഷേ നമ്മുടെ മാധ്യമ ചർച്ചകളിലോ രാഷ്ട്രീയ ചർച്ചകളിലോ ആ അർത്ഥത്തിൽ ഒരു പ്രതികരണമല്ല ഇപ്പോൾ കാണുന്നത്. പ്രതിപക്ഷം ഇത് ഇപ്പോഴും ഒരു സുവർണാവസരമായി ശബരിമലയിലെ ഈ വിഷയത്തെ കാണുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുമോ? അല്ലല്ല, ഇപ്പം നമ്മുടെ സമ്പത്ത് ഇവിടെ വിശദീകരിച്ച് പറഞ്ഞതുപോലെ അദ്ദേഹം മാതൃഭൂമി, ഇന്നലത്തെ മാതൃഭൂമി പത്രം, മാതൃഭൂമി ഈ കാര്യത്തിൽ വളരെ വളരെ മുമ്പിലാണ്. ടെലിവിഷൻ ചാനലും മാതൃഭൂമിയുടെ ടെലിവിഷൻ റിപ്പോർട്ടർമാരും മാതൃഭൂമിയുടെ പത്രലേഖകരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പ്രഥമ ദൃഷ്ടിയ എല്ലാ പത്രങ്ങളും മുൻപന്തിയിലാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സമ്പത്ത് പറഞ്ഞതുപോലെ എനിക്കും ഒത്തിരിയും പത്രങ്ങളുണ്ട് എൻ്റെ മുമ്പിൽ. ഇഷ്ടം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രം ഞാൻ ഈ വിഷയം വായിക്കാൻ ഒത്തിരി ഉണ്ട്. വളരെ മനോഹരമായിട്ട് രസകരമായിട്ട് പത്രലേഖകർ, പത്രങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, പത്രലേഖകർ വളരെ ആസ്വദിച്ച് മുഴുകി ഒരു വലിയ സംഭവത്തെ എങ്ങനെ അനാവരണം ചെയ്യാം എന്ന ഒരു ത്രില്ലിലാണ് അവരൊക്കെ. ഞാനൊക്കെ പെട്ടെന്ന് എൻ്റെ പഴയ പത്രപ്രവർത്തനകാലം ഓർക്കുകയായിരുന്നു. നമ്മളൊക്കെ ഇങ്ങനെയാണ്, ഒരു സംഭവം കിട്ടിയാൽ നമ്മളത് ആഘോഷിക്കും, സംശയമൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കാര്യമാണെങ്കിലും നമ്മളത് ആഘോഷിക്കും. കാരണം അങ്ങനെയാണ് കേരളത്തിലെ പത്രപ്രവർത്തകർ, അങ്ങനെയാണ് മാധ്യമപ്രവർത്തകർ എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് പത്രലേഖകർ, മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും ദേശാഭിമാനിയാണെങ്കിലും എല്ലാവരും ഗംഭീരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നാൾവഴികൾ. രണ്ടാമതൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് വിഭാഗമാണ് ഇതിൻ്റെ അകത്തെ പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ സ്വന്തം വിജിലൻസ്, സർക്കാരിൻ്റെ ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡിൻ്റെ സ്വന്തം വിജിലൻസ് വിഭാഗമാണ് ഇതേക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിച്ച് നേരെ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇതേക്കുറിച്ചൊരു നല്ല ഗ്രാഹ്യം ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഗ്രാഹ്യം അടിസ്ഥാനമാക്കി തന്നെയാണ് വിശദമായ റിപ്പോർട്ട് കോടതിക്ക് കൊടുക്കേണ്ടതാണ്, ഹൈക്കോടതിക്ക് കൊടുക്കേണ്ട റിപ്പോർട്ടാണ്. അവിടെ കുഞ്ഞുകളി പറ്റില്ല, വിട്ടുവീഴ്ച പറ്റില്ല, ഒരു അവധാനതയും പറ്റില്ല, ഒരു വീഴ്ചയും ഉണ്ടായിക്കൂടാ, ഒരു പിഴവും വന്നുകൂടാ. ഒരു പിഴവുമില്ലാതെ വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് ദേവസ്വം ബോർഡിലെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചു. അതായത് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ, ദേവസ്വം ബോർഡിലെ വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ തന്നെ ഉദ്യോഗസ്ഥരാണ്. അവർ തന്നെയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ വലുതായിട്ട് ആശങ്കയ്ക്ക് ഇനി വഴിയില്ല. പക്ഷേ പോകാനുള്ളത് പോയി, അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. കോടീശ്വരനെങ്കിൽ കോടീശ്വരൻ, ഉണ്ണികൃഷ്ണൻ പോറ്റിയെങ്കിൽ പോറ്റി, ആരാണെങ്കിലും ഏത് വലിയ കക്ഷിയാണെങ്കിലും ഭഗവാന്റെ ചുറ്റും നിന്ന് പൂജ നടത്തുന്നവരാണെങ്കിലും എല്ലാവരെയും പിടികൂടണം. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അത് കിട്ടി. ഇപ്പോഴേ അതിനകത്ത് രാഷ്ട്രീയം കലർത്തിയിട്ട് കാര്യമില്ല. എന്തൊക്കെയാണെങ്കിലും കുറേ വർഷങ്ങളായിട്ട് നടക്കുന്ന കൊള്ളയാണ്, പകൽ കൊള്ളയാണിത്. ആ കൊള്ള കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഒരു രേഖ അത് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടാണ്. തയ്യാറായി കഴിഞ്ഞു. അതിനെ അടിസ്ഥാനമാക്കി വെങ്കടേഷ് ADGP അദ്ദേഹം കേരള പോലീസിലെ വളരെ മിടുക്കനായ CBIയിൽ വരെ ഉദ്യോഗം നോക്കിയിട്ടുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. ആന്ധ്രാപ്രദേശുകാരനാണ്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത, വളരെ കാര്യഗൗരവത്തോടുകൂടി കാര്യങ്ങളെ കാണുകയും അന്വേഷിക്കുകയും ചെയ്യുന്നൊരു മുതിർന്ന ഉദ്യോഗസ്ഥനാണ്. പരിചയസമ്പന്നനാണ്.
CBIയിലും പ്രവർത്തന പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയം ഇവിടെ മുതൽക്കൂട്ടാവും. തീർച്ചയായിട്ടും ഗംഭീരമായൊരു അന്വേഷണം. ഇത് കേരളം നോക്കിയിരിക്കുന്ന അന്വേഷണമാണ്. കേരളം കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും ടെലിവിഷൻ ചാനൽ തുറക്കാൻ, കാണാൻ, പുതിയ വാർത്തകൾ കാണാൻ, പത്രങ്ങൾ രാവിലെ എത്താൻ, മുന്നിൽ നിർത്താൻ, പുതിയ വിവരങ്ങൾ അറിയാൻ ജനങ്ങൾ നോക്കിയിരിക്കുകയാണ്. അതിനകത്ത് ഭഗവാൻ അയ്യപ്പൻ്റെ ശിഷ്യന്മാരെന്നോ അയ്യപ്പ ഭക്തന്മാരെന്നോ ഒന്നില്ലേ, കേരളം മുഴുക്കെ നോക്കിയിരിക്കുകയാണ്. ഭഗവാന്റെ സ്വർണം, സമ്പത്ത്, അതും ചില്ലറ കാര്യമൊന്നുമല്ല ഇല്ലാലേ. കിലോ കണക്കിനെ അടിച്ചു മാറ്റിയവർ ആരാണെങ്കിലും അവർ പിടിയിലാവണം, യാതൊരു സംശയമില്ല. ആ കാര്യത്തിൽ ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. ശരി.